شكوت إلى وكيع سوء حفظي فأرشدني إلى ترك المعاصي وأخبرني بأن العلم نور ونور الله لا يهدى لعاصي. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഉക്കാസ് എഡ്യൂക്കേഷൻ അക്കാഡമിയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അറബ് സാഹിത്യത്തിലെ അദബുൽ മഹ്ജർ എന്ന് പറയുന്ന അഥവാ പ്രവാസ സാഹിത്യം എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലും 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലും സിറിയ, ലബനാൻ തുടങ്ങിയ അറബ് രാജ്യങ്ങളിൽ നിന്ന് അമേരിക്കൻ നാടുകളിലേക്ക് കുടിയേറിപ്പാർത്ത അറബി എഴുത്തുകാരുടെ ഒരു കൂട്ടമുണ്ട്. ആ കൂട്ടത്തെയാണ് ഉദബാ ഉൽ മഹ്ജർ എന്ന് പറയുന്നത്. അവരെക്കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഉദബാ ഉൽ മഹ്ജർ പ്രവാസ സാഹിത്യകാരന്മാരെ നമുക്ക് രണ്ട് രീതിയിൽ തരംതിരിക്കാൻ സാധിക്കും. ഒന്ന്, റാബിത്തത്തുൽ ഖലമിയയുമായി ബന്ധപ്പെട്ട ഒരു വിഭാഗം സാഹിത്യകാരന്മാർ. മറ്റൊന്ന്, അൽ ഉസ്ബത്തുൽ ഉന്ദുലസിയയുമായി ബന്ധപ്പെട്ട സാഹിത്യകാരന്മാർ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് റാബിത്തത്തുൽ ഖലമിയയുമായി ബന്ധപ്പെട്ട പ്രവാസ സാഹിത്യകാരന്മാരെ കുറിച്ചാണ്. ഒരു PYQയിൽ നിന്ന് നമുക്ക് തുടങ്ങാം. റത്തിബുൽ ഉദബ അശ്വാറ അൽ ആത്തീന ഹസബ തവാരീഖി വഫാത്തിഹിം. വഫാത്ത് നോക്കിയിട്ട് അവരെ കൃത്യമായ ഓർഡറിൽ ആക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തന്നിട്ടുള്ളത് റാബിത്തുൽ ഖലമിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാഹിത്യകാരന്മാരാണ്. ജുബ്രാൻ ഖലീൽ ജുബ്രാൻ, മിഖായിൽ നുഐമ, നസീബ് അരിള, ഇലിയ അബു മാദി. അപ്പോൾ അതിൽ ആരാണ് ആദ്യം വഫാത്തായത് എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. രണ്ടാമതാര് വഫാത്തായി, മൂന്നാമത് ആരാണ് വഫാത്തായത്, നാലാമത് ആരാണ് വഫാത്തായത് എന്ന് കൃത്യമായി നമ്മൾ പഠിച്ചു വെക്കേണ്ടതുണ്ട്. ഓക്കെ, ഫസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ വഫാത്തായത്, ആദ്യം വഫാത്താകുന്നത് 1931 ജുബ്രാൻ ഖലീൽ ജുബ്രാനാണ് വഫാത്താകുന്നത്. രണ്ടാമത് വഫാത്താകുന്നത് നസീബ് ആരിളയാണ്. 1946 വഫാത്താകുന്നത്. പിന്നെ ഡി ആണ്, ഇലിയ അബുൽ മാദിയാണ്, 1957. അവസാനം വഫാത്താകുന്നതാണ് മിഖായിൽ നുഐമ. അപ്പോൾ ആ ഓർഡർ നമ്മൾ കൃത്യമായി പഠിച്ചിരിക്കണം. അതിന് നമുക്ക് കൃത്യമായ റാബിത്തത്തുൽ ഖലമിയുമായി ബന്ധപ്പെട്ട ഉദബാ ഉൽ മഹ്ജർ ഷിമാലിയെ കൃത്യമായ ഓർഡറിൽ, ജനനത്തിൻ്റെ ഓർഡറിൽ, മരണത്തിൻ്റെ ഓർഡറിൽ കൃത്യമായി നമ്മൾ പഠിച്ചു വെക്കേണ്ടതുണ്ട്. നോക്കൂ, ആദ്യം ആര് ജനിച്ചു എന്ന് വെച്ചാൽ റഷീദ് അയ്യൂബാണ്, 1871. രണ്ടാമത് ജനിക്കുന്നത് 1876 അമീനുർ റഹ്ഹാനിയാണ്. പിന്നെ 1883 ജുബ്രാൻ ഖലീൽ ജുബ്രാനാണ്. 1887 നസീബ് അരിളയാണ്. അഞ്ചാമതായിട്ട് 1889 മിഖായിൽ നുഐമയാണ്. ആറാമതായി ഇലിയ അബുൽ മാദി 1889. അബ്ദുൽ മസീഹ് ഹദ്ദാദ് 1890. പക്ഷേ മരണത്തിൻ്റെ വിഷയം നോക്കുമ്പോൾ ആദ്യം മരണപ്പെടുന്നത് ജുബ്രാൻ ഖലീൽ ജുബ്രാനാണ്. ആ ഓർഡർ കൃത്യമായി പഠിച്ചു വെക്കണം, എങ്കിലേ നമ്മൾ അവസാനം പരിചയപ്പെട്ട ക്വസ്റ്റ്യൻ അതിനെ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടാമത് അമീനുർ റൈഹാനിയാണ്, 1940. റഷീദ് അയ്യൂബാണ് മൂന്നാമത്, 1941. നസീബ് അരിള 1946. ഇലിയ അബുൽ മാദി 1957. അബ്ദുൽ മസീഹ് ഹദ്ദാദ് 1963. ഏഴാമതായിട്ട് അവസാനം മരണപ്പെടുന്നത് മിഖായിൽ നുഐമയാണ്, 1988. അപ്പോൾ അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. ഈ പ്രവാസികളായിട്ടുള്ള സാഹിത്യകാരന്മാരെ ജനിക്കുന്ന സ്ഥലത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു വെക്കേണ്ടതുണ്ട്. എല്ലാവരും ഒരേ സ്ഥലത്ത് ജനിച്ചവരല്ല. പലരും ലബനാനിൽ ജനിക്കുന്നുവെങ്കിലും പല പ്രദേശങ്ങളിലാണ്,
നാടുകളിലാണ് ജനിക്കുന്നത്. അത് പഠിക്കുന്നതോടൊപ്പം തന്നെ അവർ മരണപ്പെട്ട സ്ഥലം കൂടി നമ്മൾ പഠിക്കണം. കാരണം പ്രവാസ സാഹിത്യകാരന്മാരാണ്. അപ്പോൾ അവർ നാട് വിട്ടു പോയിട്ട് അവിടെ തന്നെ മരണപ്പെട്ടോ അതോ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വന്നോ, എവിടെയാണ് അവരുടെ ഖബറിടം ഉള്ളത് എന്നൊക്കെ കൃത്യമായിട്ട് ജസ്റ്റ് നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഓക്കെ, നമുക്ക് ആദ്യം റഷീദ് അയ്യൂബിനെ കുറിച്ച് പഠിച്ചു വെക്കാം. ആദ്യം ജനിക്കുന്നത് റഷീദ് അയ്യൂബാണല്ലോ. അപ്പോൾ റഷീദ് അയ്യൂബിനെ കുറിച്ച് പഠിക്കാം. അദ്ദേഹം ജനിക്കുന്നത് ലബനാനിലാണ്. ലബനാനിലെ ബുസ്കുൻത എന്ന് പറയുന്ന സ്ഥലത്താണ്. അതിൻ്റെ പ്രൊണൗൺസിയേഷൻ എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് അറിയില്ല. എന്തായാലും അവിടെയാണ് ജനിക്കുന്നത്. അദ്ദേഹം മരണപ്പെടുന്നത് ന്യൂയോർക്കിലാണ്, അമേരിക്കയിലെ ന്യൂയോർക്കിലാണ് മരണപ്പെടുന്നത്. അമീൻ റൈഹാനി അൽ ഫരീക്ക എന്ന് പറയുന്ന സ്ഥലത്ത് ജനിക്കുന്നു, ലബനാനിൽ തന്നെയാണ്. അവിടെ തന്നെയാണ് മരണപ്പെടുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ്? അദ്ദേഹം നാട് വിട്ടു പോയിട്ടുണ്ട്, പക്ഷേ അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ അദ്ദേഹം എന്ത് ചെയ്തു? തിരിച്ചു വന്നു എന്നുള്ളതാണ്. ജുബ്രാൻ ഖലീൽ ജുബ്രാൻ ലബനാനിലെ ബുഷരി എന്ന് പറയുന്ന സ്ഥലത്ത് ജനിക്കുന്നു, ന്യൂയോർക്കിൽ മരണപ്പെടുന്നു. പക്ഷേ ഖബറു സ്ഥിതി ചെയ്യുന്നത് ലബനാനിലാണ്. അതെന്താണ് അതിൻ്റെ ട്വിസ്റ്റ്? മരണപ്പെട്ടതിന് ശേഷം ജനാസ ലബനാനിലേക്ക് കൊണ്ടുവരികയാണ് ഉണ്ടായത്. അടുത്തത് നസീബ് ആരിളയാണ്. സിറിയയിലാണ് ജനിക്കുന്നത്, ന്യൂയോർക്കിൽ തന്നെയാണ് മരണപ്പെടുന്നത്. മിഖായിൽ നുഐമയോ ലബനാനിൽ ജനിക്കുന്നു, ലബനാനിൽ തന്നെ മരണപ്പെടുന്നു. അതായത് മിഖായിൽ നുഐമയുടെ അവസാന കാലഘട്ടങ്ങളിൽ അവർ ജീവിച്ചത് ലബനാനിലാണ് എന്നർത്ഥം. അടുത്തത് ഇലിയാബുൽ മാലിയാണ്. ജനിക്കുന്നത് ലബനാനിൽ തന്നെയാണ്, പക്ഷേ മരണപ്പെടുന്ന ന്യൂയോർക്കിലാണ്. അബ്ദുൽ മസീഹ് ഹദ്ദാദോ സെയിം, പക്ഷേ രാജ്യവ്യത്യാസമുണ്ട്. സിറിയയിലാണ് ജനിക്കുന്നത്, അമേരിക്കയിലാണ് വഫാത്താകുന്നത്. അപ്പോൾ അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കി വെക്കണം. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജുബ്രാൻ ഖലീൽ ജുബ്രാൻ്റെ ഖബർ എവിടെ സ്ഥിതി ചെയ്യുന്നു വെച്ചാൽ അത് ലബനാനിലാണ്, പക്ഷെ മരണപ്പെടുന്നത് എവിടെ? അമേരിക്കയിലാണ്. മറ്റൊരു വിഷയം എന്താ വെച്ചാൽ ഇതിൽ സിറിയക്കാരായിട്ടുള്ള ആളുകൾ രണ്ടുപേരാണ്. ഒന്ന് നസീബ് ആരികളയും അബ്ദുൽ മസീഹ് ഹദ്ദാദുമാണ്. സിറിയയിലാണ് ജനിക്കുന്നത്, ബാക്കിയുള്ളവരൊക്കെ ജനിക്കുന്നത് ലബനാനിലാണ്. ഇതിൽ രണ്ടുപേരാണ് അവരുടെ ഖബറാണ്, രണ്ടുപേരാണ് വഫാത്താകുന്നത്. എവിടെ വെച്ചിട്ട്? ലബനാനിൽ. ഒന്ന് അമീൻ റയ്ഹാനിയാണ്, രണ്ട് മിഖായിൽ നുഐമയാണ്. 3 പേരുടെ ഖബർ എവിടെയാണ്? ലബനാനിലാണ്. ആരുടെയൊക്കെ? അമീൻ റയ്ഹാനി, ജുബ്രാൻ ഖലീൽ ജുബ്രാൻ, മിഖായിൽ നുഐമ. ഇവരുടെ ഖബർ ലബനാനിലാണ്. ഇത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. സിലബസ് പോലെ തന്നെ PYQ PSC ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ആ ഒരു ആശയത്തിലൂടെയാണ് നമ്മുടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഉസ്സിസത്ത് റാബിത്തത്തുൽ ഖലമിയ. റാബിത്തത്തുൽ ഖലമിയ സ്ഥാപിക്കപ്പെട്ടു ബിറിയാസത്ത് ജുബ്രാൻ ഖലീൽ ജുബ്രാൻ. ജുബ്രാൻ ഖലീൽ ജുബ്രാൻ്റെ നേതൃത്വത്തിൽ, അതായത് അധ്യക്ഷതയിൽ 1920 ഫി ഷഹരിൻ. ചോദ്യം എന്താണ്? ഏത് മാസമായിരുന്നു? നമ്മളത് അധികം ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒന്നാണ്. അത് ഏപ്രിലാണ്. നോക്ക്, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. മൻ കാന റഈസു റാബിത്തത്തുൽ ഖലമിയ. റാബിത്തത്തുൽ ഖലമിയയുടെ അധ്യക്ഷൻ ആരാണ്? ജുബ്രാൻ ഖലീൽ ജുബ്രാനാണ്. യാതൊരു തർക്കവുമില്ല അതിലെ. അപ്പോൾ നമ്മൾ ജുബ്രാൻ ഖലീൽ ജുബ്രാനെ കൃത്യമായിട്ടെന്ന് ഒരു ബ്രീഫായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ജുബ്രാൻ ഖലീൽ ജുബ്രാൻ 1883 കാമില റഹ്മയുടെയും ഖലീൽ സാദ് ജുബ്രാനിൻ്റെയും മകനായി ബുഷ്രി എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിക്കുന്നത്. പ്രഥമ വിദ്യാഭ്യാസം നേടിയത് ഡോക്ടറും അതുപോലെ തന്നെ കവിയുമായിട്ടുള്ള സലീം ലോഹറിൽ നിന്നാണ്. മറ്റൊരു ഉസ്താദാണ് ഫാദർ ജർമനോസ്. പിതാവ് വളരെ മോശം പ്രകൃതക്കാരനായിരുന്നു. അതുകൊണ്ട് തന്നെ 1891-94 കാലഘട്ടങ്ങളിൽ ജയിലിൽ അകപ്പെടേണ്ട സാഹചര്യമൊക്കെ ഉണ്ടാകുന്നുണ്ട്. പിന്നീട് 1895 വളരെ പ്രധാനപ്പെട്ട ഒരു ഡേറ്റാണത്. ജുബ്രാൻ്റെ 12ാമത്തെ വയസ്സിലാണ് അമേരിക്കയിലേക്ക് യാത്ര തിരിക്കുന്നത്. അങ്ങനെ അവിടെ നടക്കുന്ന മറ്റു ചരിത്ര സംഭവങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ വായനയിൽ ഉണ്ടാകണം. ഓക്കെ, അവിടെ വെച്ചിട്ടാണ് റാബിത്തത്തുൽ ഖലമിയ അദ്ദേഹം സ്ഥാപിക്കുന്നത്. ഒരു PYQ നോക്കൂ. നമ്മൾ റയീസ്
ആരാണ്, റാബിത്തുൽ ഖലമിയുടെ റഈസ് ആരാണെന്നാണ് പഠിച്ചത്. ഇവിടെ റായിദുർ റാബിത്തുൽ ഖലമിയ, റായിദ് ആരാണ്? ജുബ്രാൻ ഖലീൽ ജുബ്രാൻ തന്നെയാണ്. അതിൽ അബ്ബാസ് മഹ്മൂദ് അക്കാദ് ഉണ്ട്, ഹയ്യിബ്നു ഇഖ്ലാൻ ഉണ്ട്, അബു ഇസ്ഹാഖ് സ്വാബി ഉണ്ട്. പക്ഷേ ജുബ്രാൻ ഖലീൽ ജുബ്രാനാണ് റാബിത്തുൽ ഖലമിയയുടെ റായിദ് എന്ന് പറയുന്നത്. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കൂ, അമീദുർ റാബിത്തുൽ ഖലമിയ, റാബിത്തുൽ ഖലമിയയുടെ അമീദ് ആരാണ്? അതാരാ? ജുബ്രാൻ ഖലീൽ ജുബ്രാൻ തന്നെയാണ്. അമീദ് അബ്ദുൽ മസീഹ് ഹദ്ദാദ് റാബിത്തുൽ ഖലമിയയുമായി ബന്ധപ്പെട്ട ആൾ തന്നെയാണ്. മിഖായിൽ നുഐമയും അവരെല്ലാവരും ആണെങ്കിലും അമീദ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായി നമുക്ക് പറയാൻ പറ്റണം അത് ജുബ്രാൻ ഖലീൽ ജുബ്രാനാണ് എന്ന്. അപ്പോൾ നമ്മളിവിടെ ജുബ്രാൻ ഖലീൽ ജുബ്രാൻ എവിടെ ജനിച്ചു, എവിടെ മരണപ്പെട്ടു, ജനിച്ച വർഷം, വഫാത്തായ വർഷം, അദ്ദേഹം രൂപീകരിച്ച സാഹിത്യ സംഘടന അതെന്ന് രൂപീകരിച്ചു, അതുപോലെ തന്നെ അതേത് മാസമാണ്, റാബിത്തുൽ ഖലമിയുമായി ബന്ധപ്പെട്ട 7 ചരിത്രകാരന്മാരെ കുറിച്ച് പഠിച്ചു, അവരുടെ ജനന മരണ അതിൻ്റെ തർത്തീബ് പഠിച്ചു. കൃത്യമായി അതെല്ലാം നമ്മൾ പഠിച്ചെടുത്തിട്ടുണ്ട്. ആരാണ് അദബുൽ മഹ്ജർ എന്ന് പറയുന്ന സാഹിത്യ സംഘം, അവർ എവിടെ ജനിച്ചു, അവർ എവിടെ മരണപ്പെട്ടു, ഇങ്ങനെ ഒരു ബ്രീഫായിട്ട് നമ്മൾ ഇവരെക്കുറിച്ച് നമ്മൾ പഠിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അള്ളാഹ് നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ് വരുന്നുണ്ട്. സാറ്റർഡേ സൺഡേ ബാച്ചുകളായിട്ടാണ് വരുന്നത്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ വാട്സപ്പിൽ ബന്ധപ്പെടുക. ഓക്കെ. ജുബ്രാൻ ഖലീൽ ജുബ്രാനെ കുറിച്ച് ഇനിയും നമുക്ക് പറയാൻ ഒരുപാടുണ്ട്. അടുത്ത വീഡിയോകളിലായിട്ട് നമ്മളത് ഡിസ്കസ് ചെയ്യും. പരമാവധി PYQ വെച്ചുകൊണ്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. شكوت إلى وكيع سوء حفظي فأرشدني إلى ترك المعاصي وأخبرني بأن العلم نور ونور الله لا يهدى لعاصي.